ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ജനസംഖ്യാ ദിനാചരണം നടത്തി. ഇതോടൊപ്പം ജനസംഖ്യാ ബോധവൽക്കരണ ക്ലാസ്, പ്രഥമ ശുശ്രൂഷ പരിശീലനം, ദ്രുതകർമ്മസേന രൂപീകരണം എന്നിവ നടന്നു. കെ സി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷ ബി മുഹമ്മദ്, പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു സി ജേക്കബ്, ഹെൽത്ത് ഓഫീസർമാരായ സി മനോജ് ചന്ദ്രൻ, ടി പി ഹനീഷ് കുമാർ, ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, RRT അംഗങ്ങൾ, വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ വിദഗ്ധരായ ഡോക്ടർ വർഗീസ് ഫിലിപ്പ്, ഡോക്ടർ സനൻ ഹനീഫ്, എമർജൻസി മെഡിക്കൽ കെയർ ടെക്നീഷ്യന്മാരും പ്രഥമ ശുശ്രൂഷ പരിശീലനത്തിന് നേതൃത്വം നൽകി. അപകട സാഹചര്യങ്ങളിലും അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങളിലും സ്വീകരിക്കേണ്ട പ്രാഥമിക ശുശ്രൂഷാ മാർഗങ്ങൾ, ജീവൻ രക്ഷിക്കുന്ന അടിയന്തര നടപടികൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ പൊതുജനങ്ങളുടെ പങ്കാളിത്തം എന്നിവയെക്കുറിച്ച് പരിശീലനം നൽകി. ലോകം ഇത്ര വേഗത്തിലാണ് നീങ്ങുന്നത്. ഓരോ നിമിഷവും സന്തോഷം മാത്രം. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നെയ്ത ആത്മവിശ്വാസത്തിന്റെ കഥ. നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം. ഓരോ നൂലിഴകളും നെയ്തെടുത്ത ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ബന്ധം ഒരു വികാരമാണ്. നിങ്ങൾക്കായി മാത്രം നെയ്തെടുത്ത പട്ടിന്റെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ.